കോപ്പിലെ ഒരു ഭാഗപത്രം. തറവാട് മില്ലുമാ വിലപ്പെട്ട സ്വത്തുക്കള്. അതിനെക്കുറിച്ച് ഒരക്ഷരം ഭാഗപത്രത്തിൽ പറഞ്ഞിട്ടില്ല. എടോ, എന്റെ 45ാമത്തെ വയസ്സില് ഈ വിദ്യാഭ്യാസത്തിനെ ഞാൻ കെട്ടിയത് ഇവരുടെ മോന്തെ കുടുംബമുഖമേ കണ്ടിട്ടല്ല, സ്വത്തിന് വേണ്ടി തന്നെയാ. ഒരൊലത്തിയ സിനിമ കൊട്ടയിൽ എനിക്ക് പോരാ, ഈ തറവാട് തന്നെ വേണം. പറയണോ, തറവാട് ആർക്കാ ഞൊട്ടിയിരിക്കുന്നേ? അയ്യടാ, സംബന്ധക്കാരന്റെ ഒരു പൂതി. തറവാട്ടിലെ മൂത്ത സഹോദരി ഞാനാ. തറവാട് എനിക്ക് അവകാശപ്പെട്ടതാ. അത് ഈ ജന്മം ഞാൻ ആർക്കും വിട്ടുതരില്ല. ഓ, വയനാട്ടിലെ 300 ഏക്കർ എസ്റ്റേറ്റ് വിട്ടിട്ടും കിളവിയുടെ അത്യാഗ്രഹം കണ്ടില്ലേ? തറവാട് മീനാക്ഷിക്ക് കിട്ടണമെന്നുള്ളത് ന്യായം. എന്ത് ന്യായം? എവിടെയും കുടുംബത്തിലെ ഇളയ സന്തതിക്ക തറവാട്. അപ്പൊ അതെനിക്ക് അവകാശപ്പെട്ട തന്നെയാ. എന്നിട്ട് ഔദാര്യം പോലെ എഴുതി വെച്ചേക്കണു ഒരു തുണിക്കട. ടൗണിന്റെ സെന്ററിൽ ഒരു തുണിക്കട കിട്ടിയാ പുളിക്കോ? അത് വേണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നേക്ക്. അയ്യടാ, അത്യാഗ്രഹം. കാതലായി ഭാഗമൊക്കെ കുഞ്ഞുലക്ഷ്മിക്കും മക്കൾക്ക് വേണ്ടി തള്ളിരിക്കല്ലേ? അമ്പടി ഗേമി, ഓണം കയറാൻ മുള്ളിൽ ഒരു എസ്റ്റേറ്റ് എഴുതി തന്നതാ നിനക്ക് കടുത്ത പോയത്. വെറുതെ അല്ലടി നീ മച്ചയായി പോയത്. പയ്യാരത്തുകാരുടെ മില്ലാക്കിയതേ ഈ ശ്രീധരന്റെ കഴിവാ. എനിക്ക് പെട്രോൾ പമ്പ് മാത്രം പോരാ, മില്ലും കിട്ടണം. പറയണോ വക്കീലേ, മില്ലാർക്കാ? പറയാം, നിങ്ങളൊന്ന് സമാധാനപ്പെട്. താനൊരു കുന്തം പറയണ്ട. ശ്രീധര, തലയിരിക്കുമ്പോ വാലാടണ്ട. മില്ല് ഞാൻ ആർക്കും വിട്ടുതരില്ല. തറവാട് ഞാനും വിട്ടുതരില്ല. മില്ലും തറവാടും കുടുംബക്കാർക്ക് തന്നെയാ. സംബന്ധക്കാരും അതിന് മുട്ടണ്ട. സംബന്ധക്കാരെ ആക്ഷേപിച്ചാലുണ്ടല്ലോ, താൻ എന്ത് ചെയ്യണോ? അടുത്തതിന്റെ പല്ല് നിർപ്പിച്ച അത്രയ്ക്കായോ? ഇത് നിർത്ത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന നിയമപ്രശ്നമുണ്ട്. തറവാടും മില്ലും സംബന്ധിച്ചാണല്ലോ നിങ്ങളുടെ പ്രധാന തർക്കം. അത് ഭാഗപത്രത്തിൽ വ്യവസ്ഥ ചെയ്യാത്തതിനും കാരണമുണ്ട്. അതങ്ങോട്ട് പറഞ്ഞു തൊലക്കണോ? മില്ലും തറവാടും അടച്ചവില്ല. അടച്ചവില്ലോ? ആരാണ് അടച്ചത്? പയ്യാരത്ത് പത്മനാഭൻ നായർ. അതായത് മില്ലിന്റെയും തറവാടിന്റെയും ഭാഗപത്രം ഭദ്രമായി സീൽ ചെയ്ത് ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ മരണശേഷം മാത്രമേ ലോക്കർ തുറക്കാനും വ്യവസ്ഥ വായിച്ചറിയാനും നിയമമുള്ളൂ. അതാണ് അടച്ചവില്ല്. അടച്ച വില്ലുണ്ടാക്കി തന്റെ മുഖം അടച്ചു തരിക വേണ്ടത്. ബില്ലടച്ചെങ്കിലല്ലേ വ്യവസ്ഥ എഴുതി പിടിപ്പിച്ചതാണല്ലേ? സത്യം പറയടാ, തറവാടും മില്ലും ആർക്കാ? അത് രഹസ്യമാണ്, പുറത്തു പറയാൻ പാടില്ല. തന്റെ ഒടുക്കത്തെ രഹസ്യം പറയണം. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ പറയില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ? സ്വത്തിന് വേണ്ടി രക്തബന്ധം മറന്ന് ആരും വാളെടുക്കണ്ട, ആരും വഴക്കടിക്കുകയും വേണ്ട. എല്ലാം പോയി. മില്ല് റെയ്ഡ് ചെയ്തൊന്ന്. രാമനാഥ, അയ്യായിരത്തി സ്ഥാപനങ്ങളൊക്കെ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുക. വാഹനങ്ങളൊക്കെ പിടിച്ചെടുത്തു. ബാങ്ക് അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചു കഴിഞ്ഞു. എന്താ കാര്യം? ടാക്സ് അരിയേഴ്സും സൂപ്പർ ടാക്സും ഒന്നും അടച്ചിട്ടില്ലാത്രേ. എന്റെ ദൈവമേ, ആ മഹാഭാവി ടാക്സ് അടച്ചിട്ടില്ലേ? ഏത് നിമിഷവും ഈ തറവാടും സ്വത്തും ഒക്കെ ജപ്തി ചെയ്തേക്കാം. അച്ഛനോടെ അത് പറയണോ? ഈ വാർത്ത അറിഞ്ഞത് മുതൽ അദ്ദേഹത്തെ കാണാനില്ല. ദൈവമേ, എന്റെ വല്യമ്മക്ക് എന്ത് പറ്റിയോ? നിങ്ങൾ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. ഞാൻ അദ്ദേഹത്തെ തേടി പോവാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? തറവാട് സ്വത്തുക്കളെല്ലാം എത്തിയാമോ? കണക്കൂടെല്ലാം എന്തെങ്കിലും ഒരു പരിഹാരം പറയണേ. ആധാരം രജിസ്റ്റർ ആയി കഴിഞ്ഞില്ലേ? നമുക്ക് എഴുതി വെച്ചൊക്കെ നമുക്ക് തന്നെ കിട്ടുമല്ലോ. ഇല്ല, വിലയാധാരമല്ല, ഇഷ്ടദാനമായി എഴുതി വെച്ചിരിക്കണേ. ജപ്തി നടന്ന എല്ലാം പോക്കാ. അതായത് ഒരു വക്കോൽ തുരുമ്പിന്റെ വക പോലും ആർക്കും കിട്ടില്ല. മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ല, ഇംഗ്ലീഷ് പറയാം. വേണ്ട, നീ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലായില്ല, പിന്നെ ഇംഗ്ലീഷ്. എന്താ ഒരു വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. കൂടുക്കെ സർക്കാർ കൊണ്ടുപോകുന്നതിന് മുമ്പ് കിട്ടാവുന്നൊക്കെ അടിച്ചു മാറ്റിക്കോ. ചാക്കെടുത്തൊന്ന് പാടി. എന്റെ ദേവി, ഇതെന്തേ കണ്ണ്? ഇങ്ങോട്ടിടുക. ഞാൻ അടുക്കളയിലൂടെ ചെല്ലട്ടെ, ഇല്ലെങ്കിൽ പാത്രങ്ങളൊന്നും കിട്ടില്ല. അവിടെ മുടിച്ച പാത്രം ആദ്യം കറച്ചു മാറ്റണി. നീ പോയി ആഭരണം വല്ലതും കിട്ടുമോ നോക്ക്. ഓ ആ അളിയോ, ലോറിക്ക് പറഞ്ഞു. വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എത്തും. തനിക്ക് കണ്ണു കണ്ടൂടെ ഇഡിയറ്റ്? കൊക്കിൽ ഒതുക്കുന്നേ പൊക്കാവൂ. പോയി വല്ല കിണ്ടിയോ കിട്ടുമ്പോ പൊക്കടാ. അത് ഞാൻ നോക്കിക്കോളാം. അച്ഛ, പണം എടുത്തു വെക്കടാ.
അയ്യോ എന്റെ പണം പോയി. ചേട്ടാ നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത്? നമുക്ക് അച്ഛനെ ഒന്ന് അന്വേഷിക്കണ്ടേ? മാറി നിൽക്കടാ ചേട്ടാ, ഞാൻ പറയുന്നു മാറി നിൽക്കണ പട്ടി. കാശിന് വിലയില്ലാത്ത അയാളെ ആർക്ക് വേണം? നിന്റെ തന്തയെ നീ പോയി അന്വേഷിക്കണം. അച്ഛാ വാർപ്പ് പോയി. ഗോവിന്ദ നിൽക്കണം അവിടെ. പട്ടി ചേച്ചിക്ക് ഇട്ട് മൂടാനുള്ള കിട്ടിയിട്ട് അത്യാഗ്രഹം. നീ നിന്റെ മോളും കൂടെ അടിച്ചടിച്ചില്ലേ? അമ്പടി കേമി അമ്മയുടെ ആവട്ടെ ഇങ്ങോട്ട് തരേൻ. അമ്മ ചന്ദ്രേട്ടനെ കണ്ടോ? പാലിക്ക് അടിയിലും ഞാൻ എവിടെയല്ല അന്വേഷിച്ചു. ചന്ദ്രേട്ടാ കിട്ടി. അയ്യോ മോളെ, പാല് കേട്ടില്ല നീ കൊണ്ടുപോയില്ലേ? അതിനേക്കാളും വില പിടിപ്പുള്ളത് ഈ തറവാട്ടിലുണ്ടടി. ഇവിടെ നടരാജ വിഗ്രഹേ സംബന്ധക്കാരുള്ളതല്ല, തറവാട്ടുകാരുള്ളതാ. ഇവിടെ ജലോഹ മക്കളെ എന്റെ കുഞ്ഞിന്റെ തല പൊട്ടിച്ചോടാ. നിങ്ങൾ എന്താ കാണിക്കുന്നത്? വിട. നമുക്ക് അച്ഛനെ ഒന്ന് അന്വേഷിച്ചിട്ട് കൊടുക്കാത്ത അച്ഛൻ. നന്ദി കെട്ട വർഗം. എനിക്കിത് കണ്ടിരിക്കാൻ വയ്യ മാഷെ. ഞാൻ എന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലും. വാതില് കടക്കുന്നുണ്ടോ? ആരാത്? നിലവറയിലെ സ്വർണ്ണവരനെ കുറിച്ച് ഈ കുഞ്ഞുലക്ഷ്മിക്ക് അറിയൂ? അത് ഞാൻ ആർക്കും കൊടുക്കില്ല, ആർക്കും കൊടുക്കില്ല, ഞാൻ കൊടുക്കില്ല. ഞാൻ പോലല്ലേ ഒന്ന് പോടൂ. ഓടി. കിട്ടിയല്ലോ കൊണ്ടുപോകുന്ന കണ്ടില്ലേ? ചെമ്പ് വാർപ്പൊക്കെ അതിനൊരു വാർപ്പടിക്കേണ്ട മനുഷ്യ. ജീവിക്കാൻ കഴിഞ്ഞു അമ്മൂട്ടിയെ. എന്താ അത്? കണ്ണുണ്ടൂടെ നിങ്ങൾക്ക്? ദൈവങ്ങളെ കൊണ്ടുപോണ കണ്ടില്ലേ? ഞങ്ങൾക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. അമ്പടി നുണച്ചി വിലപിടിപ്പുണ്ടൊക്കെ നിങ്ങൾക്കല്ലേ കിട്ടിയത്? അല്ല സത്യം ചെറിയുമ്പോ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. മക്കളെ ഇത് മീനാക്ഷി അടുത്തേക്ക്. മക്കള് വേറെ വല്ലതും പോയി എടുത്തോട്ടോ. സ്നേഹമുള്ള മക്കളല്ലേ. മോനെ ശങ്കരക്കുട്ടി, ഗോതമ്പുട്ടി, അയ്യോ അമ്മയ്ക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഒന്ന് പിടിച്ച് കേട്ടു മക്കളെ. ഗോതമ്പുട്ടി, നാരായണ വാടാ. മോളെ ആശുപത്രിയിൽ എത്തിക്കണം. ഗോപിയുടെ എവിടെയാ? ആനക്കാര്യത്തിന്റെ ഇടയിലാ. പോയി അന്വേഷിക്കണി. വല്യമ്മ കാത്തു സ്വന്തം കുടുംബം കൊള്ളയടിക്കേ. കഷ്ട വല്യമ്മേ. ഓ അവിടെ ഒരു കുടുംബസ്നേഹം. ആ പെരിങ്കള്ളം തന്തപ്പടിയുടെ മോന രാമനാഥൻ അറിഞ്ഞപ്പെടല്ലേ നീ ചൂട് മാറ്റിയത്? ഞങ്ങളെ പെരുവഴിയിൽ ഇറക്കിയിട്ട് ആരും അങ്ങനെ സൂക്ഷിക്കണ്ട. പോടി. ആ തെണ്ടി രാമനാഥന്റെ കൂടെ പോയി വായി നോക്കി വിറ്റ് പോടി. എടുത്തോണ്ട് പോടി. ഒന്ന് വേഗം പോ ശത്രുവേട്ടാ. അയ്യോ നീ എന്നെ അടിച്ചു അല്ലേടാ? ഇല്ല, അടിക്കാൻ പോണുള്ളൂ. അന്ന് ശംഖുമാവനെ തല്ലിയ വകയിലെ ഒരു കടം ബാക്കിയുണ്ടല്ലോ, അതും കൂടി കൊണ്ടുപോകും. എടാ പട്ടി, വെറുതെ തല്ലുകൂടി കെട്ടിയ മുതൽ നഷ്ടപ്പെടുത്തണ്ട. രണ്ടടി കെട്ടിയെന്നല്ലേ ഉള്ളൂ. ആരും കണ്ടിട്ടില്ല. നിങ്ങൾ വാ. മോനെ ശങ്കരക്കുട്ടി, സ്വർണ്ണവരിൽ കിട്ടിയടാ. നീ അമ്മയൊന്ന് പിടിച്ച് കയറ്റി പാടാ മോനെ. വാ, വേഗം ഇറങ്ങി വാ. നീ വേഗം വാ മക്കളെ. നിങ്ങൾ ആർക്ക് വേണം തള്ളേ? എടാ മഹാഭാവി, 10 മാസം ചുവന്നു പറ്റും തള്ളേക്കാളും വലുതാണോടാ നിനക്ക് സ്വർണ്ണവരില്. ഈ ഗുണം പിടിക്കത്തില്ലടാ. എന്റെ ദേവി, എന്നെ ആരെങ്കിലും ഒന്ന് പിടിച്ചു കേട്ടണേ. അയ്യോ അമ്മായി, പൊന്നുമോനെ രാമനാഥ, നിനക്കെങ്കിലും ഇത് തോന്നി? കണ്ടോ? ഇല്ല.
എല്ലാറ്റിനും കാരണക്കാരൻ ഞാനാ. ഞാൻ വന്നോണ്ടല്ലേ ഗോപു എന്നെ ശപിക്കുന്നുണ്ടാവും അല്ലേ? ഇല്ല, എല്ലാരെയും മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാമനാഥൻ വന്നോണ്ട. എല്ലാരും എല്ലാം കൊണ്ടുപോയി, എന്നെ ആരും കൊണ്ടുപോയില്ല. പെണ്ണൊരു ഭാരമല്ലേ? മാഷേ, മാഷേ, കാരണവരെ കണ്ടു. എവിടെ എവിടെ കുട്ടാ? വേണ്ട മാഷേ, മാഷിപ്പൊ കാണാതിരിക്കണം നല്ലത്. നന്മ മാത്രം ചെയ്യുന്നവരെ ദൈവം ഇങ്ങനെ ശിക്ഷിക്കോ? കണ്ടപ്പോ എന്റെ നെഞ്ച് തകർന്നു പോയി മാഷേ. എവിടെയാണെന്ന് പറ കുട്ടാ. എത്ര സുഖത്തിലും ഐശ്വര്യത്തിലും കഴിഞ്ഞിരുന്ന ആളാ. ഇപ്പൊ അനാഥനെ പോലെ ശരണാലയത്തില്. ശരണാലയത്തിലോ? അച്ഛനെ ഈ നരകത്തിൽ കഴിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് നരകാന്നാരാ പറഞ്ഞേ? സ്വർഗ. ഇവിടെ ആർക്കും സ്വത്തിനു വേണ്ടിയുള്ള ആർത്തിയില്ല, അധികാരമോഹമില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ. ഇനിയുള്ള കാലം ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. വേണ്ട, വല്യമ്മ ഞങ്ങളുടെ കൂടെ വരണം. നിങ്ങൾക്ക് തരാൻ എന്റെ ഒന്നുമില്ല. ഇപ്പൊ ഞാനൊരു വട്ടപൂജ്യ. ഒന്നും വേണ്ട, ഒന്നിനും വേണ്ടിയായിരുന്നില്ല ഞാനിതൊക്കെ ചെയ്തത്. അമ്മ പറഞ്ഞു തന്ന മഹാനായ അച്ഛനെ കാണാനുള്ള ആവേശം, ആ സ്നേഹവും വാത്സല്യവും ആവോളം കിട്ടാനുള്ള ദാഹം. ഞാൻ വരാം. എന്റെ അന്തസ്സിനനുസരിച്ചൊരു ജീവിതം തരാൻ നിങ്ങൾക്കാവൂ? ബെൻസ് കാർ, AC ബെഡ്റൂം ആൻഡ് ഓൾ പാരഫർണലിയാസ്. ഇല്ല, അതൊന്നുമില്ല. പക്ഷെ ചങ്കൂറ്റമുണ്ട്, അധ്വാനിക്കാനുള്ള കരുത്തുണ്ട്. കണ്ണിന്റെ ഇമ പോലെ അച്ഛനെ സംരക്ഷിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അച്ഛൻ വരണം. അമ്മ വരണം. മതി, സന്തോഷായി. പണത്തിനോട് ആർത്തി തോന്നുമ്പോ മനുഷ്യന് ബുദ്ധിഭ്രമം സംഭവിക്കും. അതാ എന്റെ പെങ്ങന്മാർക്കും അനന്തരവർക്കും പറ്റിയത്. റെയ്ഡെന്ന് കേൾക്കും മുമ്പേ കൈ കിട്ടിയത് കൊണ്ട് ചാടിയില്ലേ? നഷ്ടപ്പെട്ടതൊക്കെ പോയിക്കോട്ടെ. കുട്ടികളെ, ഇക്കാലത്രയും പാടുപെട്ട് കാത്തു സൂക്ഷിച്ച സാമ്രാജ്യം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുത്താൻ പയ്യാരത്ത് പത്മനാഭൻ നായർ ഒരു വിദ്യന്ന് കരുതിയോ നിങ്ങൾ? ഇല്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കൃഷ്ണമേനോൻ, എല്ലാം അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചതാ. റെയ്ഡുമില്ല, ജപ്തിയുമില്ല, എല്ലാം ഭദ്രം. ദേ അങ്ങോട്ട് നോക്കൂ. അവരെല്ലാം എന്തിനാ അവിടെ കാത്തുകെട്ടി കിടക്കുന്നതെന്ന് അറിയാമോ? അവരുടെ ദൈവത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ. ഞാനൊരു സ്വാർത്ഥനല്ല, എല്ലാവർക്കും അവകാശപ്പെട്ടത് കൊടുക്കും. പക്ഷേ അറിയണമെന്നുണ്ടായിരുന്നു, ഒരായുസ് മുഴുവൻ കുടുംബത്തെ അകമഴിഞ്ഞ് സ്നേഹിച്ച എനിക്ക് അവസാന കാലത്ത് ആരെങ്കിലും ഉണ്ടാവുമെന്ന് അറിയണമായിരുന്നു. മരുമക്കത്തായമല്ല, മക്കത്തായം തന്നെയാ ശ്രേഷ്ഠം. എന്റെ പൊന്നുമോനെ. നിങ്ങളുടെ കൂടെ ഇവിടെ കഴിയാനുള്ള ഭാഗ്യം എനിക്കില്ല. കണ്ടില്ലേ എന്റെ മോനും അനന്തരോളം വന്നത് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ. വല്യമ്മേ, നമുക്ക് പോവാം. വരട്ടെ കുട്ടി, ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്. നിങ്ങൾക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക് കിട്ടി. എന്റെ 70-ാം വയസ്സിലൊരു ഭാര്യ. കണ്ടില്ലേ ഒരു അളിയൻ നിൽക്കണത്? എടോ, നമുക്ക് സൗദാമിനിയെ കൂട്ടിക്കൊണ്ട് വരണ്ടേ? അതിനല്ലേ എന്റെ മകൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ. ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം. രാമനാഥ, നിന്റെ അമ്മയെ ഒരു മഹാറാണിയെ പോലെ പയ്യാരത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം. തറവാടിന്റെ താക്കോല് സൗദാമിനിക്കാ കൈമാറാൻ പോണേ. അമ്മേ, അമ്മയ്ക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചു. അച്ഛനെ ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെയാണ് എന്റെ അമ്മ. രാമനാഥ, അവസാന ശ്വാസത്തിലെ അമ്മ പറഞ്ഞത്, നീ അനാഥനല്ല, നിന്റെ അച്ഛൻ
എന്തിനാ എന്നെ ഇങ്ങനെ? ഒരു വാക്ക് പറയായിരുന്നില്ലേ നിനക്ക്? ഞാൻ ചെയ്ത തെറ്റിന് ഇത്ര വലിയൊരു ശിക്ഷ. ഈ വൃദ്ധൻ തോറ്റുപോയി. സൗദാമിനെ തോൽപ്പിച്ചു, എന്റെ മകനും എന്നെ തോൽപ്പിച്ചു. ഇല്ല, എന്നെങ്കിലും ഒരിക്കൽ അങ്ങ് ഈ അസ്ഥിത്രയിൽ ഒരു തിരി കൊടുക്കണം എന്നുള്ളത് അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടിയായിരുന്നു ഞാൻ. എന്താ ഇത് പത്മനാഭൻ നായരെ? കൊച്ചുകുട്ടികളെ പോലെ സൗദാമിന് എന്താ ധരിക്കുക? ഇങ്ങനെ കരയണത് അവൾക്ക് ഇഷ്ടല്ല. ഒരിക്കലും വേദനിപ്പിക്കരുതാ പറഞ്ഞേക്കണേ. ചിരിച്ചോണ്ട് അവിടെ കൊളുത്തിക്കോ.